ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക. ഇന്നത്തേത് കുട്ടികളുടെ ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്യുക. വീഡിയോയിലേക്ക് കിടക്കാം. പല കുട്ടികൾക്കും ജനിക്കുമ്പോൾ തന്നെ മുടി ഉണ്ടാവാറില്ല. ചില കുട്ടികൾക്ക് ഉണ്ടായാലും ഈ പറഞ്ഞ പോലെ 1 മാസം 2 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അത് കൊഴിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ആദ്യം ഇതിൽ ഞങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഞാൻ ഷെയർ ചെയ്യാം. അത് കഴിഞ്ഞ് ബാക്കി ടിപ്സിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ആദ്യം ഞങ്ങളുടെ മോള് ജനിച്ച സമയത്ത് അത്യാവശ്യത്തിന് മുടിയൊക്കെ ഉണ്ടായിരുന്നു. തീരെ അങ്ങോട്ടും മുടിയില്ലാതെ അല്ലായിരുന്നു. പക്ഷേ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മുടി പതിയെ ഉണ്ടായിരുന്ന മുടി മൊത്തം കൊഴിഞ്ഞു പോയി. നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാകും, പല കുട്ടികളുടെയും ശരീരത്തിലും ഒരുപാട് മുടി ഉണ്ടാകും. അപ്പോൾ ഈ ശരീരത്തിലുള്ള മുടി ഒരു 1-2 മാസം കഴിയുമ്പോഴത്തേക്ക് പതിയെ കൊഴിഞ്ഞു പോയിട്ട് നോർമൽ ആവാറുണ്ട്. അപ്പോൾ ആ ഒരു ശരീരത്തിലെ മുടി കൊഴിഞ്ഞു പോകുന്നതിനോടൊപ്പം തന്നെ ഇതുപോലെ തലയിലുള്ള മുടിയൊക്കെ കൊഴിഞ്ഞു പോയിരുന്നു. ഇത് പല കുട്ടികൾക്കും വരുന്ന ഒരു കാര്യം തന്നെയാണ്. ആബ്സല്യൂട്ട്ലി നോർമൽ ആയിട്ടുള്ള ഒരു കാര്യവുമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഏതാണ്ട് ഒരു 3-4 മന്ത്സ് ആയപ്പോഴത്തേക്കും ആ തംബ്നെയിലിൽ കാണിച്ചിരുന്ന ഫോട്ടോ എന്ന് പറയുന്നത് ഏതാണ്ട് 3.5 മാസം പ്രായമുള്ള മോളുടെ ഫോട്ടോയാണ്. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ പോലെ അധികം മുടിയൊന്നും ഇല്ലായിരുന്നു. കണ്ടു കഴിഞ്ഞാൽ ഒരു മുട്ട അടിച്ച പോലെ തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും ആദ്യം ജനിച്ചപ്പോൾ കണ്ടവർ പിന്നെ കാണുമ്പോൾ പറയുന്ന അയ്യോ മുടിയൊക്കെ എവിടെ പോയി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സമയത്തൊരു 2nd മന്ത് നല്ല മുടി ഉണ്ടായിരുന്ന മുടിയൊക്കെ പോയി കഴിഞ്ഞ് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി ധാരാളം ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു തലയിൽ. അതുപോലെ തന്നെ ക്രേഡിൽ ക്യാപ്പ് എന്ന് പറഞ്ഞൊരു ഡാൻഡ്രഫ് പോലെ തന്നെ ഇരിക്കുന്ന ഒരു കുട്ടികളിൽ കാണപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ കുട്ടികൾക്കൊക്കെ ഉള്ളതാണ്, മാറിക്കോളൂ എന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഓയിൻമെൻറ്റോ നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും തേക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും വേണ്ട, നമ്മൾ നോർമലായിട്ട് ഓയിൽ മസാജ് ചെയ്തിട്ട് കുളിപ്പിക്കുമ്പം ഷാമ്പു ഉപയോഗിച്ച് കുളിപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഏതാണോ നമ്മൾ ഷാമ്പു ഉപയോഗിക്കുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. സ്പെസിഫിക് ആയിട്ടൊരു ഷാമ്പൂൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ ഓയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഒരു 15 to 20 മിനിറ്റ്സ് വെച്ചേക്കുക. അത് കഴിഞ്ഞ് വാഷ് ചെയ്ത് കളയുക. വാഷ് ചെയ്യുമ്പം ഏതെങ്കിലും ഒരു മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂ ഉപയോഗിച്ച് വാഷ് ചെയ്യുക. ഒരിക്കലും സോപ്പ് ഉപയോഗിക്കാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന ഹിമാലയയുടെ ഷാമ്പൂ ആണ്. അപ്പോൾ അത് ഉപയോഗിച്ച് തന്നെ നമ്മളിതുപോലെ വാഷ് ചെയ്തൊക്കെ ശ്രമിച്ചു. ഏതാണ്ട് ഒരു 3-4 മന്ത്സ് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് നോക്കാനായിട്ടാണ് ഡോക്ടർ പറഞ്ഞത്. അത് ചെയ്ത് കഴിഞ്ഞപ്പോഴും ഈ പറഞ്ഞ പോലെ താരനൊന്നും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നില്ലായിരുന്നു. നമ്മൾ ഷാമ്പൂ ഉപയോഗിച്ച് അത് കഴുകുന്ന ദിവസം ഒന്നും കാണില്ല, പക്ഷേ അടുത്ത ദിവസം വീണ്ടും അത് കണ്ടു തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ഒരു നമ്മുടെ വാക്സിനേഷൻസിന് പോകുമ്പോഴാണ് ഇങ്ങനത്തെ ഡൗട്ട്സൊക്കെ നമ്മൾ പീഡിയാട്രിഷ്യൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വാക്സിനേഷൻ അടുത്ത സ്കെഡ്യൂളായിരുന്നപ്പോൾ നമ്മൾ പോയപ്പോഴത്തേക്കും ഈ ഒരു ഡൗട്ടും കൂടി ചോദിച്ചു. അതായത് ഈ ഒരു ക്രേഡിൽ ക്യാപ്പ് ഡാൻഡ്രഫ് പോലത്തുള്ള പ്രശ്നങ്ങൾ മാറുന്നുമില്ല, മുടി ശരിക്കും വളർന്നു വരുന്നുമില്ല, അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ ഒരു ഷാംപൂ എഴുതി തന്നു. സ്പൂ എന്നാണ് ഷാംപൂവിൻ്റെ പേര്. അപ്പോൾ അത് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പീഡിയാട്രീഷ്യനോടൊന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ഈ ഒരു ഷാംപൂ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഹിമാലയയ്ക്ക് പകരം ഉപയോഗിക്കാനാണ് പറഞ്ഞത്. ഓൾട്ടർനേറ്റ് ഡേയ്സ് അല്ലെങ്കിൽ once in 3 days ഒക്കെ ഉപയോഗിക്കുക. ദിവസം ഒന്നും ഈ ഷാംപൂ ഉപയോഗിക്കാനായിട്ട് പാടില്ല എന്നും പറഞ്ഞു. നമ്മൾ ചെയ്തിരുന്ന ഓൾട്ടർനേറ്റ് ഡേയ്സ് ആണ് ഷാംപൂ ചെയ്തിരുന്നത്. അതായത് ഒരു ദിവസം ലൈറ്റ് ആയിട്ടുള്ള ഓയിൽ മസാജ് ചെയ്യും, എന്നിട്ട് പ്ലെയിൻ വാട്ടർ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയും. അടുത്ത ദിവസം നല്ലവണ്ണം ഓയിൽ തേച്ച് ഒരു 15-20 മിനിറ്റ്സ് വെച്ചിട്ട് പിന്നെ ഷാംപൂ തേച്ച് കളയും. അതായത് ഒരുപാട് ഓയിൽ ഉപയോഗിക്കുന്ന ദിവസം ഒരു 15 to 20 മിനിറ്റ്സ് വെച്ചേക്കും തലയിൽ. അത് കഴിഞ്ഞ് നല്ലവണ്ണം ഷാംപൂ ഉപയോഗിച്ച് ഈ സ്പൂ എന്ന് പറയുന്ന ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്തും കളയുമായിരുന്നു. അപ്പോൾ അതേ റുട്ടീൻ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്തത്. ആൻഡ് ഈ സ്പൂ ഉപയോഗിച്ച് വിതിൻ 1 വീക്ക് തന്നെ ഈ ഡാൻഡ്രഫിൻ്റെ പ്രശ്നമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടി. ഈ ക്രേഡൽ ക്യാപ്പും പിന്നെ ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഡാൻഡ്രഫിൻ്റെ ഒരു പ്രശ്നമില്ല. ഈ ഒരു ഷാംപൂ ഉപയോഗിച്ചതിന് ശേഷമാണ് അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയത്. അതുപോലെ തന്നെ ഈ ഒരു ഡാൻഡ്രഫിൻ്റെയും ഈ പ്രശ്നങ്ങളൊക്കെ മാറിയപ്പോൾ തന്നെ മുടി വീണ്ടും നന്നായിട്ട് വളർന്നു തുടങ്ങിയെങ്കിലും ഈ പറഞ്ഞ പോലെ വളരെ ഉള്ളുള്ള മുടിയല്ലായിരുന്നു. അതായത് ഈ ഒരു ഭാഗത്തൊക്കെ മുടി ഉണ്ടാവും, നല്ല നീളവും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മുടി, ഇവിടെയുള്ള മുടി എന്ന് പറഞ്ഞാൽ വളർന്നിട്ട് ഇവിടം വരെ അതങ്ങ് കവർ ചെയ്തിരിക്കും. പക്ഷേ ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഉള്ള മുടിയുടെ എണ്ണം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഏതാണ്ട് ഒരു 1.5 വയസ്സായപ്പോഴത്തേക്കും നമ്മൾ 1 വയസ്സ് തൊട്ട് വിചാരിക്കുന്നതാണ് നമ്മളൊന്ന് ഹെഡ് ഷേവ് ചെയ്യണം, അതായത് മുട്ട അടിക്കണം എന്നുള്ളത്. അതിൻ്റെ 1.5 വയസ്സ് തികഞ്ഞപ്പോഴത്തേക്കും നമ്മളിതുപോലൊരു പാർലറിൽ കൊണ്ടുപോയിട്ട്
മുട്ട അടിച്ചു. അപ്പോൾ അത് ഒരു കിഡ്സ് പാർലറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പോയപ്പോഴത്തേക്ക് വലിയ പ്രശ്നമില്ലാതെ ഇരുന്നു. അപ്പോൾ അത് ഹെഡ് ഷേവ് ചെയ്ത് മുട്ടയടിച്ച് വന്ന് മുട്ടയടിച്ചതിന് ശേഷം പിന്നെ വളർന്ന മുടിയെന്ന് പറയുന്നത് നല്ല അത്യാവശ്യത്തിന് തിക്കായിട്ട് തന്നെ വളർന്നു തുടങ്ങി. അങ്ങനെ മുടി ഇല്ലായിരുന്ന ഭാഗത്തൊക്കെ ഇതുപോലെ മുടി വളർന്നു തുടങ്ങി. ഇനി എന്നാൽ നമുക്ക് മറ്റേ ടിപ്സിലേക്ക് കടക്കാം. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചിലർക്ക് മുട്ട അടിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ മുടി വളരുന്നത് അത് കഴിഞ്ഞാലും മുടി അധികം വളർന്നു വരാറില്ല എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. നല്ല രീതിയിലുള്ള ഓയിൽ മസാജ് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് നമ്മൾ നേരത്തെയും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും അത് കണ്ടിന്യൂ ചെയ്യുക. അതും എസ്പെഷ്യലി നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിലൊന്ന് മാറ്റി നോക്കുക. കാരണം ചില കുട്ടികൾക്ക് സൂട്ട് ചെയ്യുന്ന ഓയിൽ മറ്റു കുട്ടികൾക്ക് സൂട്ട് ചെയ്തു എന്ന് വരില്ല. ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒലീവ് ഓയിലാണ്, പക്ഷേ ചില കുട്ടികൾക്ക് ഇതുപോലെ ഒലീവ് ഓയിൽ സൂട്ട് ചെയ്തു എന്ന് വരില്ല. അതിന് പകരം ഏറ്റവും നല്ലതായിട്ട് പറയുന്നത് വെർജിൻ കോക്കനട്ട് ഓയിലാണ്. വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ തേങ്ങാപ്പാലിൽ നിന്നും ഉണ്ടാക്കുന്ന ഓയിലാണ്. വെന്ത വെളിച്ചെണ്ണ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ വെന്ത വെളിച്ചെണ്ണ എന്ന് പറയുന്നത് കുട്ടികളുടെ സ്കിന്നിനും അതുപോലെ തന്നെ ഹെയറിനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അത് ഉപയോഗിച്ച് നന്നായിട്ട് മസാജ് ചെയ്യുക. എന്നിട്ട് നേരത്തെ പറഞ്ഞ റുട്ടീൻ പോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. അതായത് ഒരു 10 to 15 മിനിറ്റ്സ് എങ്കിലും അത് തലയിൽ വെച്ചേക്കുക, എന്നിട്ട് മാത്രം കുളിപ്പിക്കുക. പിന്നെ ഇതുപോലെ ചെയ്യുമ്പോഴത്തേക്കും സാധാരണ പ്രശ്നമൊന്നും വരാറില്ല. പക്ഷേ ഇൻ കേസ് നിങ്ങളുടെ കുട്ടികൾക്ക് ജലദോഷം അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആ റുട്ടീൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കുറച്ച് മാറ്റങ്ങൾ വരുത്തി നോക്കുക. പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ഓയിൽസ് എന്ന് പറയുന്നത് ആൽമണ്ട് ഓയിൽ വളരെ നല്ലതാണ്. ഒലീവ് ഓയിലിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ ഏറ്റവും നല്ലത് മുടി വളരാനായിട്ട് കാസ്റ്റർ ഓയിലാണ്. പക്ഷേ കാസ്റ്റർ ഓയിൽ നമുക്ക് അങ്ങനെ തന്നെ തേക്കാനായിട്ട് പറ്റില്ല. കാസ്റ്റർ ഓയിൽ എപ്പോഴും മറ്റൊരു ഓയിലുമായിട്ട് മിക്സ് ചെയ്തിട്ട് മാത്രമാണ് തേക്കാൻ പാടുള്ളൂ. കാരണം അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഭയങ്കര തിക്കാണ്. അപ്പോൾ നമുക്ക് തേക്കാനായിട്ട് പറ്റില്ല. സോ നിങ്ങൾ കാസ്റ്റർ ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ 1:1 പ്രൊപ്പോർഷനിൽ ഉപയോഗിക്കുക. അതായത് കാസ്റ്റർ ഓയിൽ എത്രയാണോ എടുക്കുന്നത് അതേ അളവിൽ കോക്കനട്ട് ഓയിലും കൂടി എടുത്തിട്ട് അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ എടുത്തിട്ട് മിക്സ് ചെയ്ത് തേക്കുക. അപ്പോൾ അങ്ങനെ തേക്കുന്നതും വളരെ നല്ലതാണ്. ഇതിൽ എസ്പെഷ്യലി ഏറ്റവും എഫക്റ്റീവായിട്ട് പറയപ്പെടുന്നത് കാസ്റ്റർ ഓയിലിൻ്റെ ആ ഒരു മിക്സ്ചർ ഭയങ്കര എഫക്റ്റീവായിട്ട് പറയുന്ന ഒന്നാണ്. പിന്നെ അതുപോലെ തന്നെ വെർജിൻ കോക്കനട്ട് ഓയിലും വളരെ നല്ലതായിട്ട് പറയുന്ന ഓയിലാണ്. രണ്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ നേരത്തെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഓരോ കുട്ടികൾക്കും സൂട്ട് ചെയ്യുന്നത് ഓരോ ടൈപ്പ് പ്രോഡക്റ്റ്സ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഓയിൽസ് ട്രൈ ചെയ്യുകയാണെങ്കിലും സോപ്പ് ട്രൈ ചെയ്യുകയാണെങ്കിലും ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കുട്ടികൾക്ക് അത് സൂട്ട് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാവുകയാണെങ്കിൽ മറ്റൊരു പ്രോഡക്റ്റിലേക്ക് സ്വിച്ച് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ കുളിപ്പിക്കുമ്പോൾ ഒരിക്കലും ചൂടുവെള്ളം ഉപയോഗിച്ച് കുളിപ്പിക്കാതിരിക്കുക. ഒരു ലൂക്ക് വാം വാട്ടർ മാത്രം ഉപയോഗിക്കുക. വളരെയധികം ചൂടുള്ള വെള്ളമൊക്കെ തലയിലൊക്കെ കൊള്ളുകയാണെങ്കിൽ ഇതുപോലെ ഹെയർ ഗ്രോത്തിനെ അത് എഫക്റ്റ് ചെയ്യുമെന്ന് കേട്ടിട്ടുണ്ട്. സോ എപ്പോഴും വളരെ ലൂക്ക് വാം വാട്ടറിൽ മാത്രം തല കഴുകാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത് പറയാനുള്ളത്, നമ്മുടെ കുട്ടികളുടെ തല എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ക്ലീൻ ആയിട്ട് സൂക്ഷിക്കേണ്ട അത്യാവശ്യമാണ്. അതിലേക്കായിട്ട് നമുക്ക് ഷാംപൂസ് ഉപയോഗിക്കാം. വളരെ ഒരുപാട് ആൾക്കാരുടെ സംശയമാണ് നമ്മൾ ഷാംപൂ ഉപയോഗിക്കാനായിട്ട് പാടുണ്ടോ എന്ന്. എന്നാൽ ന്യൂ ബോൺ സ്റ്റേജ് തൊട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മൈൽഡ് ഷാംപൂസ് അവൈലബിൾ ആണ്, അത് ഉപയോഗിക്കാം. ഒരിക്കലും സോപ്പ്, നമ്മൾ ശരീരത്തിൽ ഉപയോഗിക്കുന്ന സോപ്പ് തന്നെ തലയിലേക്ക് ഉപയോഗിക്കാതിരിക്കുക. കാരണം സോപ്പ് എന്ന് പറയുന്നത് ഷാംപൂസിനേക്കാളും വളരെയധികം ഹാർഷാണ്. അപ്പോൾ അത് മുടി വളർച്ചയ്ക്കൊക്കെ വളരെ മോശമാണ്. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക. സ്പെസിഫിക് ആയിട്ട് ബേബി ഷാംപൂസ് തന്നെ ഉപയോഗിക്കുക. അതിലും നല്ല കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത ഷാംപൂസ് നോക്കി ഉപയോഗിക്കുക. അതിലും ടോക്സിൻ ഫ്രീ ആയിട്ടുള്ള ഷാംപൂസ് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഷാംപൂ ചെയ്യുവാണെങ്കിലും ദിവസവും നമ്മൾ ഷാംപൂ ചെയ്യാനായിട്ട് പാടില്ല. 1 in 2 days അല്ലെങ്കിൽ 1 in 3 days മാത്രം നമ്മൾ ഷാംപൂ ചെയ്താൽ മതിയാവും. പിന്നെ ഒരുപാട് ഓയിൽ തങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷാംപൂ ചെയ്യുന്നത്. ഞങ്ങളുടെ പീഡിയാട്രിഷ്യൻ ഞങ്ങളോട് പറഞ്ഞതാണ്. അതായത് എപ്പോഴും ഓയിൽ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഓയിൽ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്യുക. പക്ഷേ മസാജ് ചെയ്ത് കൊടുത്ത ശേഷം ജസ്റ്റ് പ്ലെയിൻ വാട്ടറിൽ മാത്രം നമ്മൾ കഴുകി കളയുകയാണെങ്കിൽ ഈ ഓയിൽ അവരുടെ സ്കാൽപ്പിലൊക്കെ തങ്ങി നിന്നിട്ട് താരൻ പോലത്തുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഹെഡ് ക്ലീൻ ആയിട്ടിരിക്കില്ല. അതുകൊണ്ട് തന്നെ മുടി വളരാനായിട്ട് ലേറ്റ് ആവും. മറ്റ് പ്രശ്നങ്ങളും ഡാൻഡ്രഫ് പോലത്തുള്ള ഇഷ്യൂസും കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എപ്പോഴും കുട്ടികളുടെ തല നല്ല ക്ലീൻ ആയിട്ട് വയ്ക്കുക. ഷാംപൂ ഓൾട്ടർനേറ്റ് ഡേയ്സ് അല്ലെങ്കിൽ 1 in 3 days ഉപയോഗിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് ഞങ്ങളും ഫോളോ ചെയ്തിട്ടുള്ളത്. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, എപ്പോഴും കുട്ടികൾക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു കോംബ് ഉപയോഗിക്കുക. മറ്റ് ഉള്ളവർ ഉപയോഗിക്കുന്ന കോംബ് ഉപയോഗിക്കാതിരിക്കുക. പിന്നെ എപ്പോഴും ഫുഡിൻ്റെ കാര്യത്തിലും നല്ല അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ്, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ്, പിന്നെ നമ്മുടെ വൈറ്റമിൻ ഇയിൽ റിച്ച് ആയിട്ടുള്ള ഫുഡ്സൊക്കെ കുട്ടികളുടെ ഡയറ്റിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തുക. എസ്പെഷ്യലി 1 year കഴിഞ്ഞ് നമ്മൾ എല്ലാ ഫുഡ്സും കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 1 year കഴിഞ്ഞ് കൊടുക്കേണ്ടത് മുട്ടയാണ്. മുട്ട എന്ന് പറയുന്നത് വളരെ നല്ലതാണ്, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ പശുവിൻ പാൽ, ഇതും 1 വയസ്സ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക.
പിന്നെ കൊടുക്കാനുള്ളത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അതായത് ഇലക്കറികൾ. നമ്മുടെ പാലക്കൊക്കെ വളരെ നല്ലതാണ്. പാലക്കൊക്കെ നമുക്ക് പല രീതിയിലും കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. 1 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറാട്ടയായിട്ടും പൂരിയായിട്ടും ഒക്കെ പാലക്ക് കൊടുക്കാം. ഞങ്ങൾ മെയിനായിട്ട് പാലക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന ദാലിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ പറാട്ടാസും പൂരിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ തന്നെ എന്തായാലും അപ്ലോഡ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം. വളരെ ന്യൂട്രീഷ്യസുമാണ് കുട്ടികൾക്ക്. പിന്നെ അതുപോലെ തന്നെ ബാക്കി ഫുഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന സ്വീറ്റ് പൊട്ടറ്റോ, ക്യാരറ്റ്, ബീട്രൂട്ട് ഇങ്ങനത്തെ വെജിറ്റബിൾസും ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് നമ്മുടെ മുടി വളർച്ചയ്ക്കായിട്ട്. അതുപോലെ തന്നെ ഇത് ഒരുപാട് ജീൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മുടെ മുടിയുടെ നീളം, കളർ, തിക്നെസ് ഇതെല്ലാം നമ്മുടെ ജീൻസാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. പാരമ്പര്യമായിട്ട് നിങ്ങളുടെ കുടുംബത്തിലെ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾക്ക് ധാരാളം മുടിയുണ്ട് എന്നുണ്ടെങ്കിൽ കുട്ടിക്കും ധാരാളം മുടി ഉണ്ടാവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നന്നായിട്ട് കുട്ടികൾക്ക് മുടി വളർന്നു വരാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ മറക്കാതെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.